ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനും അനിയനും പിന്നെ അമ്മയും കുട്ടികളും കുടിച്ചാണ്. അപ്പോൾ ഇന്നെന്തായാലും ഓഫ് ഡേ ആയതുകൊണ്ട് മഴ കാരണം കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ആയതുകൊണ്ട് പിന്നെ വേറൊന്നും വിചാരിച്ചിട്ടാ ഒറ്റ മൈൻഡിൽ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ബംഗ്ലാവിലേക്കാണ് എത്തിയത്. ഇവിടെ ഇപ്പോൾ വരാത്ത കുറേ കാലമായി. നമ്മളിപ്പോൾ റഹ്മാനിയ, അതായത് അനിയന് ഇഷ്ടം മന്തി, അപ്പോൾ ഓനെപ്പോഴും റഹ്മാനിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ റഹ്മാനിയയിലേക്ക് പോലുണ്ടായിട്ടു. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ബംഗ്ലാവിലേക്ക് വന്നിട്ടുള്ളത്. ഒരു മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം റഹ്മാനിയയിൽ ഇപ്പോൾ ചൈനീസ് ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ചെറിയ മോനെ ഇഷ്ടം നൂഡിൽസ്, അപ്പോൾ വേറൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ഇപ്പോൾ കുറേ ആയി വരാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഇപ്രാവശ്യം ലൊക്കേഷൻ മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ബംഗ്ലാവിലേക്ക് വന്നത്. അങ്ങനെ അടുത്തിയപ്പോൾ കുറേ ക്രാബൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മാത്രമാണ് ക്രാബ് ഇഷ്ടം. അപ്പോൾ പിന്നെ അത് ഓർഡർ ചെയ്യാൻ നിന്നിട്ടാണ്. പിന്നെ അവിടെ നിന്ന് ഒരു സ്പെഷ്യലായിട്ട് പറയാനാണെങ്കിൽ കുട്ടികൾക്ക് പ്ലേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഫുഡ് വരുന്നവരെ കുട്ടികൾ എന്ത് ചെയ്തു, അവിടെ എൻജോയ് ചെയ്തു. അങ്ങനെ അവരെ കളിക്കാൻ തുടങ്ങി. കുറേ സമയം അവരങ്ങനെ അവിടെ കളിച്ചു. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ കൂലങ്കഷമായ ചർച്ചകൾക്ക് ശേഷം അങ്ങനെ ഫുഡ് എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്നെല്ലാം ഫൈനൽ ഡിസിഷനെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഫിക്സ് ചെയ്തു എന്താണ് വേണ്ടതെന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഫുഡ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അങ്ങനെ ഫുഡ് എത്തി. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ബട്ടർ ചിക്കൻ കൊണ്ടാട്ടം, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, പിന്നെ നൂൽ പൊറോട്ട. ഇത്രയാണ് ആദ്യം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. സ്റ്റാർട്ടേഴ്സ് ഒന്നും ഓർഡർ ചെയ്തില്ല, കാരണം നല്ല വിശപ്പായിരുന്നു. പിന്നെ സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അതിന് ശേഷം ഞാൻ എല്ലാവർക്കും സെർവ് ചെയ്തു. അതായത് മോനിഷ്ടം നൂഡിൽസാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ മോന് ഫസ്റ്റ് നൂഡിൽസ് സെർവ് ചെയ്തു. അങ്ങനെ നൂഡിൽസ് ഓന് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് എൻ്റെ പ്ലേറ്റ്. അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ഹാഫ് ബിരിയാണിയും കൂടി പറഞ്ഞു. അതായത് മേ ബി ചിലപ്പോൾ ഇത് തേഞ്ഞിട്ടില്ലെങ്കിലോ, അങ്ങനെ ഒരു ഹാഫ് ബിരിയാണിയും കൂടി പറഞ്ഞു. അങ്ങനെ അടിപൊളി ഉച്ചഭക്ഷണമായിരുന്നു, അതായത് ലഞ്ചായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയി ഇവിടെ വന്നിട്ട് കഴിക്കാതെ, അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. മോശം പറയാനൊന്നുമില്ല, അടിപൊളി ഫുഡായിരുന്നു. ഫുഡെല്ലാം ഫിനിഷ് ചെയ്തു. എൻ്റെ പ്ലേറ്റ് കണ്ടാൽ അറിയാം, ആകെ കുറച്ച് കൊട്ട് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. അവസാനം ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അനിയൻ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെറ്റ് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഹോട്ട്സ്പോട്ടൊക്കെ കൊടുത്തു. അങ്ങനെ അത് ബില്ലടച്ചു. ബില്ലടച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വരുന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തായിരുന്നു വണ്ടി വെച്ചിരുന്നത്, ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ്. അങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഫുഡ് കഴിച്ചതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കും നല്ലോണം സന്തോഷമായി. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, ബൈ.